ആശാനെ സുധി പറഞ്ഞ 15 വയസ്സുള്ള സഹോദരൻ ഈ ഒരു വെള്ളത്തിൽ മരണപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആഴം കുറവുള്ളമാരുണ്ട്, പക്ഷെ നല്ല ആഴുണ്ട്. അവിടെ അടിവാങ്ങാണ്ട് ആഴം കുറവാണ്. കാലം നനയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്, ആൾ മരണപ്പെട്ടു. ഈ മേലെ മൈക്കൂർ സംസാരിക്കും, ഇവരൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കി, പക്ഷെ ഒരാൾക്കും കൺമുമ്പിൽ കാണുന്നുണ്ട്, പക്ഷെ എടുത്ത് കരക്കൊണ്ടുവരാൻ പറ്റണില്ല. ഇവൻ്റെ പ്രായത്തിലുള്ള ചെക്കന്മാരെ ഇറങ്ങാൻ നോക്കി, അവർക്കും പറ്റണില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ഒളിമ്പിക്സിൽ മത്സരിക്കാൻ വേണ്ടി നീന്തൽ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടും നീന്തൽ പഠിക്കുന്നത് കൂടെ തന്നെ 1-2 റെസ്ക്യൂ മെത്തേഡും കൂടെ പഠിച്ചു വെച്ചോ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരനോ സ്വന്തം ഏട്ടനോ ആരെങ്കിലും ഒരാൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ കരയ്ക്ക് ഇടയിൽ പൊട്ടി കഴിഞ്ഞാൽ തിരിച്ച് കരയ്ക്ക് കൊണ്ടുവരണമെങ്കിൽ റെസ്ക്യൂ മെത്തേഡ് അറിയണം. ഇവിടെ നീന്തൽ പഠിച്ചുകൊണ്ട് മാത്രം ഒരാൾ അവിടുന്ന് വലിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ശ്രദ്ധിച്ച് എന്തായാലും ഞാൻ പറഞ്ഞേക്കാൻ നല്ലത് ഇവർ മേലെ സംസാരിക്കണില്ല, ഇവരെ വാക്കുകളിലേക്ക് പോകട്ടോ. ഈ ചെക്കന് ഫുൾ ഡീറ്റെയിൽസ് തന്നെ കമന്റ് ബോക്സ് കൊടുക്കാം. ഇവിടെ ഇത് കാണാല്ലോ ചേട്ടാ, ഇത് കിടക്കുന്നത് നല്ലോണം കാണാം. നല്ല തെളിഞ്ഞ വെള്ളമില്ലേ? തെളിഞ്ഞ വെള്ളം ഇല്ലേ? കൊന്നക്കമ്പ് പിള്ളേർ ഇവിടെ നിട്ടുകൊടുത്ത് എത്തത്തില്ല. അതുകൊണ്ടില്ല കമ്പ്. ആ പറയുന്ന കല്ലിന്റെ അടുത്താണ് ആ കല്ലിന്റെ തൊട്ട് കിഴക്കേപ്പുറത്ത്. ചേട്ടൻ വരുമ്പോ എന്താണ് കാണുന്നത്? എന്ത് വരുന്നത്? കബടുന്ന് കിടക്കുന്നതാണ്. 9:30 കാണും. 9:30 ആവും ഏകദേശം. എങ്ങനെയാണ് ശ്രദ്ധയപ്പെട്ടത്? ശ്രദ്ധയപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് തുണി വിരിച്ചോണ്ടിരുന്നപ്പം ഈ പിള്ളേർ കുളിച്ച് ആദ്യം ഒരു ബഹളം ഉണ്ടായി. കുളിക്കുന്നതിന്റെ ഒരു ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര നിലവിളി. ഇവിടെ അങ്കമാടി കൊച്ചിനെ കൊണ്ടാക്കാൻ ഒരു തള്ള വന്ന് ആ തള്ളയും കിടന്ന് വെച്ച് ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്ക് അവിടെ കുഞ്ഞ് കമന്നതിനകത്ത് അവിടെ കിടക്കും. അപ്പോൾ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് എൻ്റെ കൈക്ക് ചെറിയ സ്വാധീനക്കുറവുണ്ടായിട്ട് ഞാൻ എടുത്ത് ചാടി 2 വട്ടം അവൻ്റെ അടുത്ത് ചെന്നതാ. പക്ഷെ ഞാൻ തിരിച്ച് പൊങ്ങി പോരുക. പിന്നെ അപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്നൊരു ഇപ്പം ഈ വന്ന പിള്ളേർക്ക് ആർക്കും നീന്തറിഞ്ഞൂടാ. അപ്പുറത്തുനിന്ന് ഒരാൾ വന്ന് പുഷ്പൻ എന്ന് പറയും, അയാളും വന്ന് ചാടി. അയാൾ ഒരുപാട് ആൾ നീന്താത്തോണ്ട് അയാൾക്ക് ചെല്ലാൻ പറ്റില്ല. പിന്നെ ഈ പ്രകാശ് വന്ന് ചാടി. പ്രകാശ് വന്ന് വിടുപോയിട്ടുണ്ട്. അവനും ചാടി കഴിഞ്ഞവനും അവന് ഒരുപാട് നാളെ നീന്തി. അവൻ്റെ കാലിന് ചെറിയ ഇതുണ്ടായിട്ട് പിന്നെ ഒത്തിരി നേരം അവിടെ കിടക്കേണ്ടി വന്നു. പിന്നെ 2 പിള്ളേർ വന്ന് അവരെ ഫയർഫോഴ്സ് വരുന്നതിന് മുമ്പ് എടുത്ത് കരയ്ക്ക് കയറ്റി CPR ചെയ്ത് അവർ വന്ന് CPR ചെയ്തപ്പോഴത്തേക്ക് ചെറിയ പത പോലെ വായി കൂടെ വന്ന് പത പോലെ വന്നേ. പതയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം കുടിച്ചിട്ടില്ല. ശ്വാസം മുട്ടി അല്ലാതെ മരിച്ചതാ. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന മരിച്ചത് നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് കാര്യം